നല്ല പ്രോഗ്രസ്സോ അവതരിപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഈ ഇടതുപക്ഷ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്ന പ്രോഗ്രസ് ആണ് എന്നാണ് എൻ്റെ പക്ഷം. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അടിസ്ഥാന പശ്ചാത്തല വികസനത്തിൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാമൂഹ്യക്ഷേമത്തിൻ്റെ കാര്യത്തിലും ഏറെക്കുറെ മെച്ചമായ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഈ സർക്കാരിന് പറയാനുണ്ട്. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും നേട്ടങ്ങളില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. എന്നാൽ ഇത് സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ 4 വർഷങ്ങളിൽ രണ്ടാം പിണറായി സർക്കാർ കടന്നുപോയ സാമ്പത്തിക പ്രതിസന്ധി ചെറുതല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഒരു ഭാഗത്ത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, ആ മഹാമാരി മൂലം സംസ്ഥാനത്തിൻ്റെ റവന്യൂവിലേക്ക് വരേണ്ട വിഹിതങ്ങൾ നഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കിഫ്ബിയുടെയും പെൻഷൻ ഫണ്ടിൻ്റെയും പേരിൽ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയത്. അതെങ്ങനെയാ കണക്കുകൾ? ഞാൻ ആ കണക്കുകളൊന്ന് പറയാം, അവിടെ നിന്നും തുടങ്ങാം. നേരത്തെ കിഫ്ബിയുടെ കാര്യം സ്മൃതി ഉന്നയിച്ചതുകൊണ്ടാണ് എനിക്കതിന് മറുപടിയുണ്ട്. എന്താണ് കിഫ്ബിയുടെ കണക്കിൽ സംഭവിച്ചത്? 2 താരതമ്യങ്ങളാവാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ അവസാനത്തെ 3 വർഷം വികസനത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയ മൂലധന ചെലവ് എത്രയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവസാനത്തെ 3 വർഷം 16,049 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് മൂലധന ചെലവിലേക്ക് വകയിരുത്തിയിരിക്കുന്നത്. അവസാനത്തെ 3 വർഷം പിണറായി സർക്കാരിൻ്റെ കാലത്തോ ഇക്കഴിഞ്ഞ അവസാനത്തെ 3 വർഷം മാത്രം നോക്കിയാൽ മതി, 59,630 കോടി രൂപയാണ് ബഡ്ജറ്റിലും കിഫ്ബിയിലുമായി വകയിരുത്തിയിരിക്കുന്നത്. അതിൽ കിഫ്ബിയിൽ മാത്രം 17,857 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കിഫ്ബിയുടെ പ്രോജക്റ്റിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കിഫ്ബിയും പെൻഷൻ ഫണ്ടും ഈ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയത് മൂലം FRBM ആക്ട് പ്രകാരം നമുക്ക് ലഭിക്കേണ്ട ഈ വായ്പയുടെ പരിധിയിൽ നിന്നത് ഒഴിവാക്കപ്പെടുന്നു. നോക്കൂ, GDP-യുടെ 2.44%, GDP-യുടെ 2.9% മാത്രമാണ് നമുക്ക് വായ്പ എടുക്കാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ. കാരണം എന്താ? അത് കഴിഞ്ഞ 2 വർഷങ്ങളിലെ കണക്കാണ്. കാരണം ഈ പെൻഷൻ ഫണ്ടും കിഫ്ബിയും നമ്മുടെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. 3.5 വേണ്ടെടുത്ത് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ 2.9% മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടാവുന്നത്? എത്രയാണ് അതിൻ്റെ നഷ്ടമുണ്ടാവുന്നത്? ഏകദേശം 19,000 കോടി രൂപയുടെ നഷ്ടം ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്രയും മികച്ച പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനിനി ഒരു കണക്ക് കൂടി പറയാം. ട്രഷറി പൂട്ടിപ്പോകുന്ന കാലത്ത് നിന്നും ട്രഷറി ഒരു ദിവസം പോലും പൂട്ടാതിരിക്കുകയും എന്നാൽ കൃത്യമായി ട്രഷറി നിയന്ത്രണം പല കാലഘട്ടങ്ങളിലും കൊണ്ടുവരികയും ചെയ്തൊരു സർക്കാരാണ്. പൂർണ്ണമായിട്ടും ട്രഷറി പൂട്ടിയിട്ടില്ല എന്ന് ഓർമ്മിക്കണം. അതിൽ എത്രയാണ് നമ്മളുടെ നികുതി വരുമാനത്തിലെ വർധനവ്? ചെറുതല്ലാത്ത വർധനവില്ല. ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രേക്ഷകർ കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഈ നികുതി വരുമാനത്തിലെ വർധനവിനെ കുറിച്ച് കൂടി ഞാൻ പറയാം. തനത് നികുതി വരുമാനത്തിൽ 2021-25 71.66% വർധനവാണ് കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. തനത് നികുതി വരുമാനത്തിൻ്റെ വർധനവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സംസ്ഥാനം ആഭ്യന്തര വളർച്ചാ നിരക്ക് മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ആകെ റവന്യൂ നികുതിയുടെ വരുമാനത്തിൽ തനത് നികുതി വരുമാനത്തിൻ്റെ പങ്കെന്ന് പറയുന്നത് 68.69 ആയിരുന്നു 2015-16, അത് 72% വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ കണക്കുകൾ വെച്ച് നോക്കിയാൽ പോലും ഉമ്മൻചാണ്ടി സർക്കാരിനെ കമ്പയർ ചെയ്താൽ അത് രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചൊരു മികച്ച പ്രോഗ്രസ് ആണ് എന്നുള്ളതാണ് എൻ്റെ കണക്ക്. ഇനി കണക്ക് മാറ്റി നിർത്തു. നമ്മുടെ മുന്നിൽ ഒരു വസ്തുതയുണ്ട്. മലാപ്പറമ്പ് സ്കൂളിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മലാപ്പറമ്പ് എന്താ സ്കൂള്? കോഴിക്കോട് മലാപ്പറമ്പ്. സ്കൂളിൻ്റെ പ്രത്യേകത എന്താ? ആ സ്കൂള് അർദ്ധരാത്രിയിൽ ഇടിച്ചു പൊളിച്ച് കളയാൻ വന്നതാ. എന്താ കാര്യം? നഷ്ടത്തിലോടുന്ന, ഇതൊരു സ്കൂൾ മാത്രമായിരുന്നില്ല കേട്ടോ, 4,400-ലധികം സ്കൂളുകൾ അന്ന് ലാഭകരമല്ല എന്നതിൻ്റെ പേരിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ദയനീയമായൊരു ചിത്രം നമുക്കുണ്ടായിരുന്നു. അന്ന് ആ അവസ്ഥയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നൊരു പദ്ധതി തുടങ്ങി ഒന്നാം പിണറായി സർക്കാർ. രണ്ടാം പിണറായി സർക്കാർ എന്നതിൻ്റെ തുടർച്ചയാണ്. അന്ന് 4,400-ഓളം സ്കൂളുകൾ പൂട്ടാനിരുന്നിടത്ത് നിന്ന് 45,000-ഓളം ക്ലാസ് റൂമുകൾ ഹൈടെക്കായി മാറിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഒരു കഥയിലേക്ക് നമ്മൾ മാറി. ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഫലം കണ്ടു. അതുപ്രകാരം ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് വന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. സ്കൂളുകൾ മികച്ച നിലവാരത്തിലുള്ള സ്കൂളുകളായി മാറി, സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി. ഇവിടെയാണ് കിഫ്ബിയുടെ മറ്റൊരു പ്രോജക്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. കിഫ്ബി ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സാധാരണക്കാരൻ്റെ നിത്യജീവിത
ഉപാധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമാണ്. ആ കണക്ക് കൂടി ഞാൻ പറയാം, അതുകൂടി കേൾക്കണം. കിഫ്ബിയെക്കുറിച്ചുള്ള ചോദ്യം വന്നതുകൊണ്ടാണ്. കിഫ്ബി 43,250 കോടി രൂപയുടെ 889 പ്രോജക്റ്റുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കണക്കുകൾ എടുത്താൽ 88,070.26 കോടി രൂപയുടെ 1,156 പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിൽ 706 പദ്ധതികൾ ടെൻഡർ ചെയ്തു. 38,671 കോടി രൂപയുടെ പദ്ധതികൾ ഇപ്പോൾ ടെൻഡർ ചെയ്ത് അതിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കിഫ്ബി ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതികളിൽ 56ഓളം പദ്ധതികൾ കിഫ്ബിക്ക് വരുമാനം ഉണ്ടാക്കുന്നതാണ്. അതാണ് വരുമാനം ഉണ്ടാക്കുന്ന എത്ര പദ്ധതികളുണ്ടെന്ന് ചോദിച്ചു. ആ പദ്ധതികൾ കാരണം എന്താണ്? ഇത് വായ്പാ പരിധി നോക്കൂ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നോ? വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ പണം എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും? കിഫ്ബിയിലെ തിരിച്ചടവ് എങ്ങനെയാണ്? കിഫ്ബിയിലെ തിരിച്ചടവ് പ്രധാനമായിട്ടും വരുമാനം ലഭിക്കാവുന്ന 56ഓളം പദ്ധതികൾ കിഫ്ബിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതുകൂടാതെ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും സെസ്, ഇതുകൂടാതെ എന്താ ഉള്ളത്? ഇതുകൂടാതെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നികുതിയുടെ പകുതി, ഇത്രയുമാണ് കിഫ്ബിയുടെ തിരിച്ചടവായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ കിഫ്ബിയുടെ പണം നമ്മൾ കടമെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കേണ്ട തുക കേന്ദ്രം കുറവ് ചെയ്തു. അത് വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി. കിഫ്ബി എടുത്ത ലോണിനെ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ടോളിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ആ വിഷയം. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഞെരുക്കം കൊണ്ടുവരുന്ന സമയത്ത് മറ്റു വഴികൾ ആലോചിക്കേണ്ടി വരും. നമുക്ക് വളർന്നല്ലേ പറ്റൂ, നമ്മുടെ സ്കൂളുകൾ മികച്ചതായല്ലേ പറ്റൂ, നമ്മുടെ ആശുപത്രികൾ മികച്ചതായല്ലേ പറ്റൂ. അപ്പോൾ ആ 56 പദ്ധതികൾ ഏതാണെന്ന് എന്ന് കൂടി ഞാൻ പറയാം. എല്ലാമല്ല, കൊച്ചി പെട്രോ കെമിക്കൽസ്, ലൈഫ് സയൻസ് പാർക്ക്, കിൻഫ്രയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതേപോലെ വയനാട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക്, കെ ഫോൺ, വഴിവിളക്ക്, ഒരുപാട് സംരംഭങ്ങൾ. ഇതിൽ പല സംരംഭങ്ങളും തിരിച്ച് സർക്കാരിന്, ഇപ്പോൾ ട്രാൻസ്ഗ്രിഡ് പോലുള്ള പദ്ധതികൾ, അത് കിഫ്ബി സർക്കാരിന് കൊടുക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ മൂലധന ചെലവും അതിൻ്റെ ഏകദേശം 3 മടങ്ങാണ് പിണറായി സർക്കാരിൻ്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന ബഡ്ജറ്റിലെയും കിഫ്ബിയിലെയും കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കണക്ക് തന്നെ നമ്മളോട് പറയുന്നത് എന്താ? നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയും 30 മാർക്ക് കിട്ടിയ കുട്ടിയും തമ്മിലുള്ള പ്രോഗ്രസിൻ്റെ വ്യത്യാസമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് 10 മാർക്കാണെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ 3 വർഷത്തെ നമ്മൾ താരതമ്യം ചെയ്താൽ അതിൽ വരുന്നത് 30 മാർക്കാണ് ഡിഫറൻസ് ഉണ്ടാവുന്നത്. ബഡ്ജറ്റിന്റെ പുറത്ത് പണം കണ്ടെത്തുകയാണ്. ബഡ്ജറ്റിന്റെ പുറത്താണ് പണം കണ്ടെത്തുന്നത്. ആ പണമാണ് പരിധിയില്ലാതെ കടമെടുക്കാമെന്നുള്ളതിനാണ് കേന്ദ്രം തടയിട്ടത്. അല്ലല്ല, പരിധിയില്ലാതെ അങ്ങനെയാണെങ്കിൽ എന്നെ ചെയ്യിക്കോ? NHAയ്ക്ക് ബാധകമല്ലാത്തൊരു നിയമം എങ്ങനെയാണ് കേരളത്തിലെ കിഫ്ബിക്ക് ബാധകമാകുന്നത്? CAG പറയുന്നുണ്ട്. CAGക്ക് അത് കോടതി കിടക്കുന്ന കേസാ. ഇപ്പൊ കിഫ്ബിയുടെ വിഷയത്തിൽ എന്താ നിൽക്കുന്നത്? കിഫ്ബിയുടെ മസാല ബോണ്ട് കൃത്യമായിട്ട് ചർച്ച ചെയ്തത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ ചില പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി ആരാണെന്ന് പറഞ്ഞിട്ട് കാര്യം നടത്തുമ്പോൾ അങ്ങോട്ട് പറയണേക്കോ, അങ്ങോട്ട് അടയ്ക്കുന്ന തുക എന്താണെന്ന്, വാങ്ങിയ തുക എന്താണെന്ന് നമ്മുടെ മുന്നിലുണ്ടല്ലോ. പറയണേക്കോ, ദ സ്റ്റേറ്റ് ഹാഡ് യൂസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് കിഫ്ബി ആൻഡ് KSSPL ടു റേസ് മണി വിത്ത് ഗവൺമെന്റ് ഗ്യാരണ്ടി ത്രൂ പബ്ലിക് അക്കൗണ്ട്സ് അറ്റ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ്. വലിയ ഇൻട്രസ്റ്റ് ആണ് വാങ്ങിയിരുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ ആളുകളെ ആക്ഷേപിക്കാറ് സാമ്പത്തിക വിദഗ്ധയാണ്. അവർ സാമ്പത്തിക വിദഗ്ധയാണ്. മസാല ബോണ്ടിലെ കണക്ക് കേൾക്കോ, അവരിങ്ങനെ തള്ളിയോണ്ടായില്ലല്ലോ. 2,150 കോടി 9.7% പലിശയിൽ മസാല ബോണ്ട് എടുത്തു. നോക്കൂ, തിരിച്ചടവ് എത്രയാണ്? തിരിച്ചടവ് വരുമ്പോൾ 1000 കോടിയാണ് എടുത്തതിൽ നിന്നും 1000 കോടി. മുടക്കിയിട്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടി തന്നെയാണല്ലോ എടുത്തിരിക്കുന്നത്. 1000 കോടി ഇരട്ടി അടയ്ക്കുന്നതാണോ? പിന്നെ എവിടെ സ്മൃതി പറഞ്ഞ വാദങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ്. ഇന്ന് പ്രതിപക്ഷം പോലും മസാല ബോണ്ട് എന്നൊരു വാക്ക് ഉന്നയിക്കുന്നില്ല. മസാല ബോണ്ടിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? അത് ചട്ടലംഘനമാണ്, നിയമലംഘനമാണ്. സുപ്രീം കോടതിയിൽ എന്താ മസാല ബോണ്ടിനെ കുറിച്ച് പറഞ്ഞത്? വാങ്ങാമെന്നോ വാങ്ങാൻ പാടില്ലെന്നോ?
റിസർവ് ബാങ്ക് അനുമതി കൊടുത്താൽ സുപ്രീം കോടതി നോക്കൂ, റിസർവ് ബാങ്ക് അനുമതി ഇത് ചട്ടവിരുദ്ധമായി ചെയ്തു എന്നല്ലേ ഞാൻ പറഞ്ഞത്. നഷ്ടമുണ്ടാക്കിയെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ ആരോപണം എന്ന് പറയുന്നത് പ്രതിപക്ഷം പറഞ്ഞല്ല എന്റെ ആരോപണം. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. 2000 കോടി ഇങ്ങോട്ട് എടുത്തിട്ട് 3000 കോടി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് 89,000 കോടി രൂപ ഇവിടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചതിൽ ആകെ 2,600 കോടി രൂപയുടെ കണക്കാണ് സ്മൃതി പറയുന്നത്. അതാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതാണ് ഞാൻ ഓരോ കണക്കും വെച്ച് പറഞ്ഞത്. ഇത് കേൾക്കൂ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോയി വേറെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ ലണ്ടനിൽ പോയി പൈസ പിരിച്ചിട്ടുണ്ട് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള ആരോപണവും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ, അത് നിൽക്കൂ. ഇത് ആരോപണം ഉന്നയിക്കുമ്പോൾ തിരിച്ചാരോപണം മസാല ബോണ്ടുമായി പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇപ്പോൾ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യമാണ്. ഞാൻ ഇവിടെ പറയുന്നേ ഇല്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. മസാല ബോണ്ട് പ്രകാരം ഇവിടെ എടുത്ത തുക അതിലും കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ കിട്ടുമായിരുന്നു. അപ്പൊ നേരെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയി അപ്പോൾ ഗ്ലോബൽ ഒരു അവിടെ ഒരു വലിയ വിശാലമായി നമ്മളെ കേരളത്തെ അങ്ങ് എടുത്തു വെക്കാൻ വേണ്ടി അങ്ങോട്ട് പുഷ് 1000 കോടി കൂടുതൽ തിരിച്ചടച്ചല്ലോ. നഷ്ടമാണോ ലാഭമാണോ? കഴിഞ്ഞ വർഷം 2024 2150 കോടി രൂപയും മസാല ബോണ്ട് വഴി എടുത്തത് മുഴുവൻ തിരിച്ചടച്ചു കഴിഞ്ഞു. കാര്യമാണ് പറഞ്ഞത്. 1000 കോടി എക്സ്ട്രാ അടക്കണേ. ഞാൻ കണക്ക് പറയാം. മസാല ബോണ്ടിൽ ഇനി എത്ര കേരളം തിരിച്ചടയ്ക്കാനുണ്ട്? 1000 കോടി എക്സ്ട്രാ അടച്ചു കഴിഞ്ഞ കാര്യം പറയാം. ഇനി ഇല്ലാത്തൊരു കാര്യത്തെ അധിക പലിശയ്ക്ക് എടുത്തതും അധികമായി അങ്ങോട്ട് അടക്കേണ്ടി വന്നതിന്റെയും പഴയ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മസാല ബോണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അടച്ചു കഴിഞ്ഞ് കൃത്യമായി അടച്ചു കഴിഞ്ഞ് പ്രതിപക്ഷത്തിന് പോലും ആരോപണമില്ലാത്ത, നിലവിൽ CAG റിപ്പോർട്ടും ക്ലിയർ ചെയ്ത, നിലവിൽ സുപ്രീം കോടതിയും ക്ലിയർ ചെയ്തിരിക്കുന്ന 89,000 കോടി രൂപയിൽ അടച്ചു കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ് സ്മൃതി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് റിപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞത് 56 പ്രോജക്റ്റുകളിൽ നിന്ന് സർക്കാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ വാചകങ്ങളാണ് ഞാൻ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത് സർക്കാരിന്റെ കമ്മിറ്റിയാണോ? സർക്കാർ അവസാനത്തെ വാക്കാണെന്ന് വിമർശിച്ചുകൊണ്ടുള്ളതിനാണ് മറുപടി. ആ പൈസയിൽ ഇനി 1 രൂപയെങ്കിലും സർക്കാർ അടയ്ക്കാനുണ്ടോ? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അടച്ചു കഴിഞ്ഞു 2,930 കോടി. എങ്ങനെ നഷ്ടം വരിക? എങ്ങനെ സർക്കാരിന് നഷ്ടം വരിക? 2000 കോടി കിഫ്ബിയുടെ പ്രോജക്ട് എങ്ങനെ തിരിച്ചടയ്ക്കുന്നത്? കിഫ്ബിയിൽ നിന്നുള്ള വരുമാനം എടുത്തുകൊണ്ടുകൂടിയാണ് കിഫ്ബിയിലെ പൈസ വരുമാനമില്ലെന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞത്. പെട്രോ കെമിക്കൽസ്, K-Phone വരുമാനത്തിന്റെ പദ്ധതികളാണ്. ട്രാൻസ്ഗ്രിഡ് പ്രോജക്ട് വരുമാനത്തിൽ നോക്കൂ, വരുമാനം അത്രയ്ക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ കണക്കില്ല. ഞാൻ പറഞ്ഞ കണക്കുണ്ട്. കണക്കല്ലേ? 56 പദ്ധതികൾ ഇതിനകം തന്നെ നടപ്പിലാക്കിയ സംശയം ഉണ്ടെങ്കിൽ കിഫ്ബിയുടെ ലാഭം നഷ്ടം നോക്കാനാണോ? പൊതുവിദ്യാഭ്യാസത്തിന്റെ ലാഭം നഷ്ടമാണ് നോക്കുന്നത്. പൊതുവിദ്യാഭ്യാസത്തിന്റെ ലാഭം നഷ്ടം നോക്കുന്ന ഏർപ്പാട് UDF-ന്റേതായിരുന്നു. അന്ന് പൂട്ടിയ സ്കൂളുകളാണ് തുറന്നത് ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച്. അന്ന് പൂട്ടിയ ആശുപത്രി സംവിധാനങ്ങളാണ് തുറന്ന് പ്രവർത്തിപ്പിച്ചത്. അന്ന് അണഞ്ഞുപോയ വഴിവിളക്കുകളാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് തുറന്നത്. അന്ന് നടക്കാതെ പോയ പാലങ്ങളാണ് കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് നടന്നത്. അന്ന് പൂട്ടിക്കെട്ടിപ്പോയ ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ ഓഫീസുകളാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് 5,500 എന്താ പൈസ ഇല്ലാതായത്? കേന്ദ്രം പിടിമുറുക്കി അല്ലേ? പിടിമുറുക്കിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. കിഫ്ബി എന്നുള്ള നല്ല ആശയമല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. കിഫ്ബി എന്നല്ല. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതല്ലെങ്കിൽ 59,000 കോടിയുടെ വികസന പദ്ധതിക്ക് പണം ഇവിടെ എല്ലാ കാലത്തും സർക്കാരുകൾ ഭരിക്കുന്ന കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സ്മൃതി പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, എല്ലാ സർക്കാരും, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ 3 വർഷത്തെ 16,000 കോടിയുടെ വികസനം മതി എന്നതാണോ? ഞാൻ ഉമ്മൻചാണ്ടിയുടെ അവസാന വർഷത്തെ കുറിച്ചല്ലോ സംസാരിച്ചത്. എല്ലാ സർക്കാരും എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാ സർക്കാരും നടപ്പാക്കിയതുപോലെയുള്ള വികസനമാണ് വേണ്ടതെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ കാലഘട്ടത്തിൽ താങ്കളാണ് താരതമ്യം ചെയ്തത്. ഞാൻ പറഞ്ഞു ആ താരതമ്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാ സർക്കാരിന്റെ കാലത്തെയും മതിയോ? ഞാൻ അതല്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഞാൻ പ്രതിപക്ഷത്തിനെ അവർ മാറ്റി വെക്കൂ. ഇത് എല്ലാ സർക്കാരിന്റെ ഒരു മിനിറ്റ് പറഞ്ഞു
ഉമ്മൻചാണ്ടി സർക്കാരിനും പിണറായി എല്ലാം നമുക്ക് compare ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോ കമ്പയർ ചെയ്തില്ലല്ലോ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. കിഫ്ബി എങ്ങനെയാണ് നമുക്ക് വികസനം വേണോ? വികസനം എന്ന് പറഞ്ഞിട്ട് പൊളിഞ്ഞ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പൊളിഞ്ഞ ഏത് കാര്യം? നിങ്ങൾ പറയുന്ന ഏതാണ് വരുമാനം പൊളിഞ്ഞത്? ഇല്ലെന്നേ. ഏതാണ് പൊളിഞ്ഞത്? നിങ്ങൾ ഈ പറഞ്ഞ വരുമാനം ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നത് കിഫ്ബി പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതി അല്ല. നമ്മളുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി, വികസന പരിപാടികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നമ്മളെ സാമ്പത്തികമായി പിടിമുറുക്കിയപ്പോൾ ബഡ്ജറ്റിൽ നിന്ന് പുറത്തു വരുമാനം കണ്ടെത്തണം. അതിനുള്ള കിഫ്ബി പ്രോജക്റ്റ് ഈ കിഫ്ബിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം അടക്കം ഒരുമിച്ച് നിന്നുകൊണ്ടല്ലേ ആ ബില്ല് പാസ്സാക്കിയത്, ആ നിയമം പാസ്സാക്കിയത്. ആ കിഫ്ബി പാസ്സാക്കി നിലവിൽ വന്നു കഴിഞ്ഞു. വികസനം വരുന്നത് കണ്ടപ്പോൾ പ്രതിപക്ഷത്തിന് ഹാലിളകുന്നു. ഇപ്പോൾ അതാണ് ആ കണക്ക് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതിന്റെ 3 മടങ്ങ് മൂലധന ചെലവ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ 3 വർഷമുണ്ട്. അത് ബഡ്ജറ്റിലും കിഫ്ബിയിലും ഉണ്ട്. അതാണ് ഞാൻ കണക്ക് പ്രകാരം പറഞ്ഞത്. ഇനി തനത് നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ എന്താ സംബന്ധമാണ് സ്മൃതി പറയുന്നത്? നിങ്ങളൊരു വികസനത്തിന് വേണ്ടി ഒരു പണം ഒരു ബാങ്കിൽ നിന്ന് പൈസ എടുത്താൽ തിരിച്ചു പൈസ അടയ്ക്കണ്ടേ? അങ്ങനെയല്ലേ കൊടുക്കുക? എങ്ങനെ നടത്തുക? നാഷണൽ ഹൈവേ അതോറിറ്റി എങ്ങനെ പണം കണ്ടെത്തുക? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പണം കണ്ടെത്തുന്നത് ഇതേ രീതിയിലാണ്. അതൊരു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് സ്ഥാപനമാണ്. അങ്ങനെയല്ലേ പണം കണ്ടെത്തുക? അതിലാണ് നമുക്ക് കിഫ്ബിയോടൊക്കെയുള്ള എതിർപ്പ് പറയാം. പക്ഷേ നിങ്ങളുടെ മുന്നിൽ കാണുന്ന വികസന പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും? എങ്ങനെയാണ് സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ആശുപത്രിയിൽ മികച്ച ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത്? ഈ കണക്കുകൾ നമ്മുടെ മുന്നിലില്ലേ? ഞാൻ ഈ കിഫ്ബിയിൽ മാത്രം ഉടക്കി നിൽക്കുന്നില്ല. എനിക്കറിയാം കിഫ്ബിയിൽ പറഞ്ഞ കണക്കിൽ മാത്രം നിൽക്കാനാണ്. ഇനി ഏറെ പറയാനുണ്ട്. അത് 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ 2022-23 പുതിയ സംരംഭങ്ങൾ ഉണ്ടായത് എത്രയാ? കണക്കുകൾ നോക്കൂ. ഏറ്റവും ഒടുവിൽ തൊഴിലവസരങ്ങളുടെ കണക്കുകൾ എത്രയാ? ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം സംരംഭകത്വത്തിലെ സ്റ്റാർട്ടപ്പിൻ്റെ കണക്കുകൾ വന്നിരിക്കുന്നു ഏറ്റവും ഒടുവിലുള്ളത്. അതുപ്രകാരം നേരത്തെ വാഗ്ദാനം ചെയ്തിരിക്കുന്നതിന് സമാനമായ രീതിയിൽ ഏറ്റവും ഒടുവിലത്തെ ആഗോള നിക്ഷേപം കൂടി കഴിഞ്ഞ സമയത്ത് നിക്ഷേപം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ലൈഫ് മിഷൻ 4,51,631 വീടുകൾ. ഇനി ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ് അതിദരിദ്രരെ കണ്ടെത്തുന്നതിനുള്ള പദ്ധതി. ആ അതിദരിദ്രരെ കണ്ടെത്തുന്ന പദ്ധതിയിൽ ദേശീയ ശരാശരി എന്ന് പറയുന്നത് 11.28%. നമ്മുടെ രാജ്യത്തുള്ള അതിദരിദ്രരായ മനുഷ്യരുടെ കണക്കാണ്. അത് 11.28%. കേരളത്തിൻ്റെ കാര്യത്തിലോ 0.48%. ആകെയുള്ളത് എത്ര പേർ? 64,006. എത്ര പേര് ഇപ്പോൾ കരകയറ്റി? 59,707. ബാക്കി നിൽക്കുന്നത് എത്ര? ഇനി ഏകദേശം 20% മാത്രം. ഈ 64,000-ൻ്റെ ആ കണക്കുകളിലേക്ക് കടക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് തനത് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിലും സർക്കാരിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു 2022-23. പക്ഷേ അതുകൊണ്ട് നമ്മൾ സ്വയം പര്യാപ്തമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ നമ്മളെ ഞെരുക്കുമ്പോൾ അതിന് സമ്മർദ്ദം അനുഭവപ്പെടുന്നത്. ഏറ്റവും വലിയ ചർച്ചയായിരുന്നല്ലോ ഇവിടുത്തെ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്. PSC നിയമനങ്ങളുടെ കണക്കെന്താ? 9 വർഷം കൊണ്ട് 2016 മുതൽ 2025 വരെ 2,80,015 പേർക്കാണ് PSC സ്ഥിര നിയമനം നൽകിയിരിക്കുന്നത്. 2,80,015 എന്ന് പറഞ്ഞാൽ ആ കാലയളവിൽ നമ്മുടെ രാജ്യത്തെ മൊത്തം PSCകളുടെ കണക്കെടുത്ത് നോക്കിക്കോളൂ. ആ മൊത്തം PSCയും UPSCയും കൂടി കണക്കെടുത്ത് നോക്കിയാൽ അതിൻ്റെ 42% സ്ഥിര നിയമനം നടന്നിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളമെന്നാണ്. ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? 2016 300 സ്റ്റാർട്ടപ്പാണ്. ആദ്യഘട്ടത്തിൽ 3,200, പിന്നീട് 6,400 സ്റ്റാർട്ടപ്പായിട്ട് മാറിയില്ലേ? ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നില്ലേ? നമ്മൾ പവർ കട്ട് ലോഡ് ഷെഡിംഗ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ഈ സമയത്ത് എപ്പോഴെങ്കിലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ട്രഷറി പൂർണ്ണമായിട്ടും പൂട്ടിക്കിടക്കുന്ന സാഹചര്യം പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ കണക്കുകൾ നോക്കുമ്പോഴാണ് പ്രോഗ്രസിൻ്റെ കാര്യത്തിൽ നമുക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. പെൻഷന്റെ കാര്യത്തിൽ ക്ഷേമ പെൻഷൻ സ്റ്റാർട്ടപ്പ് പറഞ്ഞല്ലോ 15,000 എന്നാണ് 2021 പ്രകടന പത്രികയിൽ പറഞ്ഞത്. 6,400 ആയാൽ 15,000 നടന്നിട്ടില്ല, അത്രയും എത്തിയിട്ടില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ കമ്പയർ 2016 300 എവിടെ കിടക്കുന്നു? 300 എവിടെ കിടക്കുന്നു? അവിടെ നിന്ന് 6,400 ആ കണക്ക് വിട്ടു. എന്നിട്ട് പിണറായി സർക്കാർ എത്തിയില്ല, സമ്മതിച്ചു. അത്രയും എത്തിയിട്ടില്ല, സമ്മതിച്ചു. അല്ല, 300-നേക്കാൾ വലുതാണല്ലോ 6,400. അത് മതി. ഇനി ഒരു കണക്ക് കൂടി ഞാനൊക്കെ പറഞ്ഞേക്കാം, അത് പറഞ്ഞൊക്കെ അവസാനിപ്പിച്ചേക്കാം. നിലവിൽ ഈ കണക്കുകളെല്ലാം നമ്മൾ പറഞ്ഞു നിർത്തി. പവർ കട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ലോഡ് ഷെഡിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, PSC നിയമനങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞു. എല്ലാ കണക്കുകളും വിരൽ ചൂണ്ടുന്ന ഒരൊറ്റ പോയിന്റ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെയും പിണറായി സർക്കാരിൻ്റെ കാലത്തെയും താരതമ്യം ചെയ്താൽ പ്രോഗ്രസ് അല്ല ഇത് വന്നിരിക്കുന്നത്. ഇത് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് എന്ന് ഞാൻ പറയും. നമ്മൾ ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കിയാലും സാമൂഹ്യക്ഷേമ പെൻഷൻ ഒറ്റ കാര്യം എടുക്കാം, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ. 32 ലക്ഷം പേർക്ക് 600 രൂപ വീതം മാസം കിട്ടിയിരുന്നതാണ്. ശ്രുതി അത് കേൾക്കേണ്ട കണക്കാണ്, പ്രേക്ഷകർ കേട്ടിട്ടുള്ള കണക്കുമായിരിക്കും. 32 ലക്ഷം പേർക്ക് 600 രൂപ വീതം കൊടുക്കാൻ 11 മാസം പല പെൻഷൻ സ്കീമുകളിലും സാധിക്കാതെ വന്നപ്പോൾ
കുടിശ്ശിക ഇട്ടിട്ട് പോയ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ. 11 മാസം കൊടുത്തിട്ടില്ല. പല സ്കീമുകളായിട്ടാ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അത് കൊടുത്ത് തീർത്തതാര? ഒന്നാം പിണറായി സർക്കാർ. അതടക്കം ഇന്നിപ്പോൾ കൊടുക്കുന്ന എത്രയാണെന്നറിയോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്നത് 1600 രൂപയായി. ഇന്ന് 62 ലക്ഷം ആളുകൾക്കാണ് കൊടുക്കുന്നത്. ഇത് തന്ത്രമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ 2016 വരെയാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരും കമ്പയർ ചെയ്യില്ല. ഇത്ര വർഷമായില്ലേ? ഈ വർഷത്തിനിടയ്ക്ക് ജീവിതം മാറിയില്ലേ? പെൻഷൻ അത്രയും കൊടുക്കണ്ടേ? ഒരു നിമിഷം. 32 ലക്ഷം പേർക്ക് 600 രൂപ കൊടുത്ത ഒരു സർക്കാരിനെയും 62 ലക്ഷം പേർക്ക് 1600 രൂപ വീതം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെയും നമ്മൾ താരതമ്യം ചെയ്താൽ പ്രോഗ്രസ് ആണോ ഇല്ലയോ എന്ന് സുജയ പറഞ്ഞാൽ മതി. ആശയുടെ സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന് 5 വർഷം കൊണ്ടുണ്ടായ വർധനവ് എത്രയാ? കഷ്ടം. അതാണ് എന്റെ മറുപടി. കഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ 100 രൂപയിൽ നിന്ന് 1000 രൂപയിലേക്ക്, 100 രൂപയിൽ നിന്ന് പല ഘട്ടങ്ങളിലായി സമരം ചെയ്ത് 1000 രൂപയിലേക്ക്, 100 രൂപയിൽ നിന്ന് 100 രൂപയിൽ നിന്ന് 1000 രൂപയിലേക്ക്, 1000 രൂപയിൽ നിന്ന് 7000 രൂപയിലേക്കുള്ള മാറ്റം. 1000 രൂപയ്ക്ക് ജീവിക്കണം അല്ലേ? 1000 രൂപയ്ക്ക് ജീവിക്കുമായിരുന്നു. ഏത് കാലത്തെ കാര്യം? 2016. ഇല്ല, അന്നത്തെ രീതിയിലാണോ ഇപ്പം ആശാവർക്കന്മാർ? അന്നത്തെ സാഹചര്യമല്ല ഇപ്പോ. മുഴുവൻ സമയം അവർ കളവാണോ പറയുന്നത്? അവരുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് കളവെന്നല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു ആശാവർക്കർമാർക്കാണെങ്കിലും ശരി, അംഗൻവാടി ടീച്ചർമാർക്കാണെങ്കിലും ശരി, ന്യായമായ വിഹിതം കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ അത് അന്നത്തെ കാലത്ത് അങ്ങനെ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പറയാൻ പാടില്ലേ? ജോലി എന്തായി? അന്നത്തെ ജോലി എന്താ? ആശാവർക്കർമാരുടെ ജോലി തന്നെയല്ലേ? ഇത്രയും ജോലിയില്ല. അതാണ് പറയുന്നത്. അപ്പൊ ആശാവർക്കർമാർ അന്നത്തെ കാലത്ത് പാർട്ട് ടൈം ജോലിക്കാർ മാത്രമായിരുന്നു. എല്ലാം മാറുന്നു, സ്കീമുകൾ അനുസരിച്ച് മാറും. അതിന്റെ ഭാഗമായിട്ട് കമ്മീഷനും വർദ്ധിക്കുന്നുണ്ട്. 12,000 രൂപ വരെ കിട്ടുന്ന ആളുകളും ഉണ്ടായിട്ടില്ലേ? 6000 രൂപയിൽ നിന്ന് 7000 രൂപയിലേക്ക് ആ വർധനവ് വരുന്നു എന്ന് പറയുന്നത് 1000 രൂപയിൽ നിന്ന് 7000 രൂപയിലേക്ക് വരുന്നു എന്ന് ചെറിയ കാര്യമാണോ? അപ്പോൾ ഏത് തട്ടിൽ വെച്ച് നോക്കിയാലും ആ പ്രോഗ്രസ് എന്നുള്ളത് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്, ആത്മവിശ്വാസം നൽകുന്ന പ്രോഗ്രസ് ആണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.